പ്രൊഫസർ റോണി കെ ബേബി, പാകിസ്ഥാൻ്റെ ഓരോ നീക്കവും പെഹൽഗാം ഭീകരാക്രമണം അവർ തന്നെ ചെയ്യിച്ചത് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? അവരുടെ കുറ്റസമ്മതമല്ലേ അന്വേഷണമാകാം എന്ന നിലപാടിലേക്ക് അവരെ എത്തിച്ചത്? തീർച്ചയായിട്ടും. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നില് പാകിസ്ഥാനാണ് എന്നത് വളരെ നമുക്ക് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കാശ്മീരിൽ മാത്രമല്ല, അതിനുമുമ്പ് പഞ്ചാബിലാണെങ്കിലും ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലും ഒരു സ്വാഭാവികമായിട്ടും ഇതിന്റെ വേരുകൾ, ഒരു സംശയം വേണ്ട, ഇത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തന്നെ. കാരണം ഇവിടെ കേണൽ ഡിന്നി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവര് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവർ വല്ലാതെ ഐസൊലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, വല്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്ത് തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ വലിയൊരു ബോംബായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി, കാരണം എല്ലാ കാലത്തും അത് വിഭജനത്തിന് ശേഷം പാകിസ്ഥാന്റെ ദേശീയത എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് അവിടെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെ ജനപിന്തുണ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോൾ അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതുപോലുള്ള ഓപ്പറേഷൻസ് നടത്തുക, ഇതുപോലെയുള്ള നിരപരാധികളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കാൽക്കുലേറ്റഡ് മൂവാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടമല്ല, ഒരു സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ അല്ല. അവിടെ ഒരു സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പോലും അത് അവിടെ പട്ടാള ഭരണത്തിന്റെ വളരെ കൃത്യമായി തന്നെ അവർ വരയ്ക്കുന്ന വരക്കപ്പുറം പോകാതെ അവിടെ ആരാണ് ശരിക്കും പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്? അത് ഇപ്പോഴത്തെ ഒരു കാലം മാത്രമല്ല. നമുക്കറിയാം, ഇന്ത്യ കഴിഞ്ഞ 75 വർഷം ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ നിന്നെങ്കിലും പിന്നെ സ്വാതന്ത്ര്യം കിട്ടി 4 വർഷത്തിനകം തന്നെ, 4-5 വർഷത്തിനകം തന്നെ ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന ആദ്യത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ തന്നെ അവിടെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ പട്ടാളം അധികാരം പിടിച്ചു നമ്മൾ കണ്ട പിന്നെ യാക്യാ ഖാൻ, അയൂബ് ഖാൻ, ജനറൽ പർവേസ് മുഷറഫ്, സിയാ ഉൾ ഹക്ക് തുടങ്ങിയ വളരെ കൃത്യമായി തന്നെ, കാരണം അവിടെ വളരെ കൃത്യമായി തന്നെ പട്ടാളം, ആ പട്ടാളത്തിന് അവിടുത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അവിടുത്തെ ഡെമോക്രസിയുടെ കമ്മിറ്റ്മെന്റ് ഇല്ല, അവിടുത്തെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷനോട് കമ്മിറ്റ്മെന്റ് ഇല്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രം. അപ്പോൾ അവിടെ അവരുടെ മുഖത്തിട്ട് വലിയ അടിയായിരുന്നു. അവിടെ ഈ ബലൂചിസ്ഥാനില് അവിടെ യാത്രാ വാഹനം തട്ടിക്കൊണ്ടുപോയി. അതും അവര് തെരഞ്ഞുപിടിച്ച് തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിലെ മുതിർന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പട്ടാളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് തെരഞ്ഞുപിടിച്ച് ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികള് അല്ലെ അവിടുത്തെ കലാപകാരികള് പിന്നെ കൊന്നത്. അപ്പോൾ അത് അവിടെ വലിയ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയായി പോയി പാകിസ്ഥാൻ പട്ടാളത്തിന്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ ഒരു ആംഗിളില് ഇതുവരെ വലിയ രീതിയിൽ ഒരു ചർച്ച പോയിട്ടില്ല. കാരണം പിന്നെ 1 മാസത്തിൽ താഴെ മാത്രം സമയം ആവുന്നുള്ളൂ പിന്നെ ബലൂചിസ്ഥാനിൽ നടന്ന ആ തീവണ്ടി ട്രെയിൻ ഹൈജാക്ക്. അപ്പോൾ അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു റിസൾട്ട് കൂടിയാണോ ഇപ്പോൾ കാശ്മീരിലുണ്ടായ ഈ തീവ്രവാദ ആക്രമണം എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു. പാകിസ്ഥാന് അവരുടെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി, അവിടുത്തെ പട്ടാള ഭരണകൂടത്തിന് അവരുടെ ഒരു മുഖം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായ നാണക്കേടിൽ നിന്നും അന്ന് തന്നെ അവര് പറഞ്ഞിരുന്നത് അതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറഞ്ഞത്. അവിടെ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ വിഷയത്തിന്റെ പിന്നില് ഇന്ത്യയാണ് എന്ന് അന്ന് തന്നെ അവര് ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നെ കുൽഭൂഷൺ യാദവ്, കാരണം കുൽഭൂഷൺ യാദവിനെ നമ്മൾ ഒരുപാട് ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചത്. അവരന്നും എടുത്ത സ്റ്റാൻഡ് കുൽഭൂഷൺ യാദവ് ഇതുപോലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അതിന്റെ ഒരു ഓപ്പറേഷൻസിന്റെ ഒക്കെ ബാക്കിയായിട്ടാണ് പിന്നെ അവിടെ ഉണ്ടായ ബലൂചിസ്ഥാനിൽ ഉണ്ടായ ആ ഇൻസിഡന്റ് എന്താണെന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. അവർ വളരെ കൃത്യമായി തന്നെ ഇന്ത്യയാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് തന്നെ പിന്നെ ഒരു തിരിച്ചടി, പിന്നെ നമുക്കറിയാം ഇവിടെ ഗവൺമെന്റ് ഡിന്നി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങള് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ചിലത് നമുക്ക് പുറത്ത് പറയാതിരിക്കാം, അല്ലെ പറയാനായിട്ടുള്ള പരിമിതികളുണ്ട്, ഇന്ത്യക്കാണെങ്കിലും പറയാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇത് പാകിസ്ഥാന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി. ഞാൻ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ടല്ല പറയുന്നത്, അവരുടെ പാർട്ട് ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ അതിന് കനത്ത തിരിച്ചടി, അതിന് അവരുടെ ഒരു ഗെയിമിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കനത്ത തിരിച്ചടി പാകിസ്ഥാന് 71 എങ്ങനെയാണ് ഒന്ന് തിരിച്ചടി കൊടുത്തത്? കാരണം നമ്മുടെ നിരന്തരമായി നമ്മുടെ അതിർത്തികൾ പിന്നെ അശാന്തമാക്കിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു തിരിച്ചടിയായിരുന്നു നമ്മൾ 71 കൊടുത്തത്. അതിൽ 99 നമ്മള് പിന്നെ കൊടുത്തത്. അതുപോലെ കടവിൽ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. അതാണ് പാകിസ്ഥാൻ. 65 യുദ്ധമായിക്കോട്ടെ, 71 യുദ്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ 99 ഉണ്ടായ
ഇൻസിഡന്റ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്നതൊന്നും ഒരു പിന്നെ പാഠങ്ങൾ പഠിക്കുന്നില്ല, അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കോൺഗ്രസിന്റെ ഒരു വക്താവ് എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ അകത്ത് കൃത്യമായി പറയാനുള്ളത്, ഈ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നിലപാടിനൊപ്പവും ഏത് സ്റ്റാൻഡിനൊപ്പവും അതിന്റെ പൂർണ്ണ മനസ്സോടെ ഒറ്റക്കെട്ടായി പിന്നെ ഈ രാജ്യം ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും എന്നതിന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന പ്രതികരണങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നെ ജാതിമത വ്യത്യാസമില്ലാതെ രാജ്യം ഒറ്റക്കെട്ടായി. കാരണം നമുക്കറിയാം പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ അത് 62-ലെ യുദ്ധമായാലും ഏത് പിന്നെ ഘട്ടത്തിലാണെങ്കിലും രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അതിനെ നേരിട്ടിട്ടുണ്ട്. അത് തന്നെ ഈ അതിനൊപ്പം കോൺഗ്രസ് ഉണ്ടാവും.